നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അങ്ങ് യുഎസിലാണെങ്കിലും പ്രവാസികളുടെ മനസ്സിൽ തീയാണ്. എന്നാൽ അതിനു പിന്നിൽ ഒരു സന്തോഷ വാർത്തയുമുണ്ട്. യുഎസ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ദിർഹവും റിയാലും അടക്കമുള്ള ഗൾഫ് കറൻസികൾ 2.5 മാസത്തെ ഏറ്റവും ഉയർന്ന മൂല്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാസത്തിന്റെ തുടക്കമായതിനാൽ നാട്ടിലേക്ക് പണം അയക്കാനുള്ള പ്രവാസികളുടെ തിരക്കേറിയത് നേട്ടമായി തന്നെ കണക്കാക്കുകയാണ്. അതേസമയം യുഎസ് തെരഞ്ഞെടുപ്പിലെ സൂചനകളെ തുടർന്ന് ഡോളറിലേക്ക് നിക്ഷേപം വർദ്ധിച്ചത് രൂപയ്ക്ക് തിരിച്ചടിയായി. ഇതോടെയാണ് രൂപയുമായുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഉയർന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചതും രൂപയുടെ വില ഇടിയാൻ കാരണമായി. യുഎഇ ദിർഹത്തിന് ഇന്നലെ 20.35 രൂപ ലഭിച്ചു. സൗദി റിയാൽ 19.90, ഒമാൻ റിയാൽ 193.65, ഖത്തർ റിയാൽ 20.45 എന്നിവയെല്ലാം ഉയർച്ച രേഖപ്പെടുത്തി. ബഹ്റൈൻ ദിനാർ, കുവൈറ്റ് ദിനാർ എന്നിവയ്ക്ക് യഥാക്രമം 198.10, 243.30 രൂപയും ലഭിച്ചു. വരും ദിവസങ്ങളിൽ ഇത് തുടർന്നേക്കാം. അതേസമയം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ തിരിഞ്ഞത് മൂലം സ്വർണ്ണവിലയും വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയത്തിന് 6 ഇലക്ട്രൽ വോട്ട് മാത്രമാണ് അകലമുള്ളത്. ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ജോ ബൈഡന് 264 ഇലക്ട്രൽ വോട്ടും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് 214 വോട്ടുകളുമാണ് ഉള്ളത്. 270 ഇലക്ട്രൽ വോട്ടുകളാണ് വിജയിക്കാൻ വേണ്ടത്. ചാഞ്ചാടി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ജോർജിയയിലെ ബലമാണ് ഏറെ നിർണായകമാകുന്നത്. 98% വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഇവിടെ 23,000-ലേറെ വോട്ടുകൾക്ക് ട്രംപ് ലീഡ് ചെയ്യുകയാണ്. നേരത്തെ 38,000-ലേറെ ഉണ്ടായിരുന്ന ലീഡാണ് ബൈഡൻ കുറച്ചുകൊണ്ട് 23,000-ൽ എത്തിച്ചത്. ഇനി 2% വോട്ടുകൾ കൂടിയാണ് ഇവിടെ എണ്ണാനുള്ളത്. 16 ഇലക്ട്രൽ വോട്ടുകളുള്ള ജോർജിയയിൽ ബൈഡൻ ക്യാമ്പ് അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം നിലവിൽ വോട്ടെണ്ണൽ നടക്കുന്ന നെവാദയിൽ മാത്രമാണ് ബൈഡന് ലീഡുള്ളത്. ഇവിടെ നിന്ന് 6 ഇലക്ട്രൽ വോട്ടുകളാണ് ഉള്ളത്. നെവാദയിൽ വിജയിക്കാനായാലും ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആകാം. എന്നാൽ 75% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 8,000-ഓളം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.